സിക്കിമിലെ നാംചി തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ 22 മരണം സ്ഥിരീകരിച്ചു. തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നതായി രക്ഷാപ്രവർത്തകർ അറിയിച്ചു. വിഷ്ണു പ്രസാദ് ഉണ്ട്. വിഷ്ണു, തെരച്ചിൽ ഇപ്പോഴും എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആരുടെ നേതൃത്വത്തിലൊക്കെയാണ് സേനകൾ? ഏതൊക്കെ? മോത്തി, ഇപ്പോഴെന്തായാലും തെരച്ചിൽ നടക്കുന്നത് മൂന്ന് പേരെ കൂടി കണ്ടെത്താൻ വേണ്ടിയാണ്. ഈ സിക്കിമിലെ ടണലിലുണ്ടായത് മണ്ണിടിച്ചിലല്ല എന്നുള്ളത് സ്ഥിരീകരണം വന്നിട്ടുണ്ടായിരുന്നു. അതായത് മീഥേൻ വാതകം, പാറകൾക്കിടയിലെ മീഥേൻ വാതകം പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന് കാരണമെന്നും രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നവർ അറിയിച്ചിട്ടുണ്ട്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾക്ക് പുറമെ പ്രത്യേക ഖനി രക്ഷാസംഘങ്ങൾ അവർ കൂടി ഈ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനിയുള്ള കിട്ടാനുള്ള 3 പേരിൽ ഒരു മലയാളി കുടുങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കോട്ടയം സ്വദേശി അനീഷിന് വേണ്ടിയുള്ള തെരച്ചിലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹവും ഈ സമയത്ത് അവിടുത്തെ ഖനി സൂപ്പർവൈസറായിരുന്നു, ഈ ഖനി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സൂപ്പർവൈസറായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും സഹോദരനും സിക്കിമിലെത്തിയിട്ടുണ്ട്. മറ്റു ബന്ധുക്കളും സിക്കിമിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ 3 പേരെ കൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി 9 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെ ഇതുവരെ ഈ അപകടത്തിലെ മരണങ്ങൾ സംബന്ധിച്ച ഔദ്യോഗിക കണക്ക് അല്ലെങ്കിൽ സ്ഥിരീകരണം എന്ന് പറയുന്നത് 22ആയി ഉയർന്നിട്ടുണ്ട്. ഇനി 3 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത് എന്നാണ് പറയുന്നത്. ഈ അപകടത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പുറത്തേക്ക് എടുക്കുമ്പോൾ പല മൃതദേഹങ്ങളും ഗുരുതരമായി പൊള്ളലേറ്റ നിലയിലായിരുന്നു എന്നുകൂടി ഇപ്പോൾ എന്തായാലും രക്ഷാദൗത്യത്തിൽ പങ്കെടുത്തവർ പറയുന്നുണ്ട്.